സജു ദേവസിയുണ്ട്. സജു ദേവസ്യ, പല വിഷയങ്ങളിലും വ്യത്യസ്ത നിലപാടുകളുണ്ട്. ചില വിഷയങ്ങളിൽ യോജിച്ച് നിൽക്കുന്ന നിലപാടാണ് NSSനും SNDPക്കും ഉള്ളത്. ഈ സാഹചര്യത്തിൽ ഒരു NSS SNDP സമുദായ ഐക്യമുണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് UDFനെ വിമർശിക്കുന്ന വെള്ളാപ്പള്ളി നടേശനും ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനോടൊപ്പം നിൽക്കുന്ന സുകുമാരൻ നായരും ഒരുമിച്ച് വരുമ്പോൾ അതുണ്ടാക്കിയേക്കാവുന്ന രാഷ്ട്രീയാഘാതം അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക UDFനെ ആയിരിക്കില്ലേ സജു? ഡോക്ടർ അരുൺകുമാർ, ഉറപ്പായും. അതായത് UDF കേന്ദ്രങ്ങളാണ് ഈ വിഷയത്തെ ശ്രദ്ധയോടുകൂടി ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത്. അവർ വളരെ കരുതലോടുകൂടിയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. അതായത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ പ്രതികരണം നടത്തിയത് കേവലം യാദൃശ്ചികതയായി ഒരിക്കലും കരുതാൻ കഴിയില്ല. ഇത് സംബന്ധിച്ച് പ്രതികരണങ്ങൾ മുന്നോട്ട് പോക്കിൽ ഒരു പ്ലാൻ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട് എന്ന് വ്യക്തമായും കരുതേണ്ടി വരും. കാരണം അങ്ങോട്ട് ചോദിക്കാതെ തന്നെ NSSനെ കുറിച്ച് പരാമർശം, പ്രതികരണവും വിശദമായ നിലപാടും അദ്ദേഹം മാധ്യമങ്ങളോട് ഇങ്ങോട്ട് വ്യക്തമാക്കുകയാണ് ചെയ്തത്. അതായത് ഐക്യത്തിന്റെ ഒരു പുതിയ വാതിൽ തുറക്കുന്നു. നേരത്തെയും സമാനമായി അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ച മുദ്രാവാക്യമാണ് നായാടി മുതൽ നമ്പൂതിരി വരെ എന്നതും. അത് പിന്നീട് നടക്കാതെ പോയി. സംവരണ വിഷയത്തിലടക്കം പരസ്യമായി പോരടിക്കുന്നതടക്കം മറ്റു പല വിഷയങ്ങളിലെയും പോര് കണ്ടതാണ്. ഇനി അങ്ങനെ ഒരു നീക്കത്തിനേ ഇല്ല എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, UDFനെ അതിൽ ആത്യന്തികമായി പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആക്രമിക്കുകയാണെങ്കിലും ആത്യന്തികമായി അത് ചെന്ന് തറയ്ക്കുന്നത് UDFിലാണെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്ന് മാത്രമല്ല, തമ്മിൽ തല്ലിക്കാൻ UDF ശ്രമിച്ചു, UDF ആണ് അക്കാലത്ത് ഇതൊക്കെ ചെയ്തത് എന്ന് പരോക്ഷമായി പറയുകയും ചെയ്തു. അങ്ങനെ UDFനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അതിന് പുറത്ത് UDFിനെതിരായി ഇതാ ഞങ്ങളൊരു പുതിയ നീക്കം, പുതിയ ഒരു ഐക്യമുന്നണി രൂപപ്പെടുത്താൻ പോകുന്നു, അത് സാമുദായിക ഐക്യമാണ്, അങ്ങനെ ഒരു പുതിയ ഫോർമുലയ്ക്ക് ഞങ്ങൾ തുടക്കമിടാൻ പോകുന്നു എന്ന സന്ദേശം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അത് കേവലം യാദൃശ്ചികതയല്ല, അതിന്റെ തുടർച്ചയായി ഇന്നും കാര്യങ്ങൾ വ്യക്തമാക്കാൻ അദ്ദേഹം പോകുന്നു. അതിനെ സമ്പൂർണ്ണമായും തള്ളിയിട്ടില്ല NSS എന്ന് മാത്രമല്ല, ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ പുതിയൊരു ഫോർമുല ഇതാ രൂപപ്പെടാൻ പോകുന്നു. ഉറപ്പായും UDF കേന്ദ്രങ്ങളെ സംബന്ധിച്ച് അത് വളരെ പ്രധാനമാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു സാമുദായിക ഐക്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ ഇതാർക്ക് അനുകൂലമാകുമെന്നുള്ളതാണ് പ്രധാനമായിട്ടുമുള്ള രാഷ്ട്രീയ ചർച്ച. ഇന്ന് 11 മണിക്ക് വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പെരുന്നയിൽ നിന്ന് ചർച്ച ചെയ്തതിനു ശേഷം സമുദായ ഐക്യത്തെക്കുറിച്ച് തീരുമാനമെന്നുള്ള സുകുമാരൻ നായരുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുമോ എന്നുള്ളതാണ്. തീർച്ചയായും സ്വാഗതം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചർച്ച തുടങ്ങി വെച്ചത് വെള്ളാപ്പള്ളി നടേശനാണ്.